കൊടിപിടിക്കാനും തല്ലുകൊള്ളാനും മാത്രമല്ല നേതാക്കളുടെ മക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കാൻ വന്ന ഇഡിയെ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞ് ആക്രമിക്കാനും പാർട്ടിക്ക് ഈ പ്രവർത്തകരെ തന്നെ വേണം. എന്നാൽ യഥാർത്ഥ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നതും ഈ താഴെത്തട്ടിലുള്ള അണികൾ മാത്രമാണെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വീണ്ടും മനസ്സിലാകുന്നത്. കഴിഞ്ഞ മെയ് 27-നാണ് തിരുവനന്തപുരത്ത് നാടിനെ ഞെട്ടിച്ച ക്രമസമാധാന പ്രശ്നം അരങ്ങേറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഒരു കൂട്ടം CPM പാർട്ടി പ്രവർത്തകർ തെരുവിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കല്ലുകളും ഇഷ്ടികകളും വടികളും ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. ഈ അക്രമ സംഭവത്തിൽ ഇഡി സഞ്ചരിച്ച വാഹനത്തിന് 3 ലക്ഷം രൂപയോളം നാശനഷ്ടം സംഭവിച്ചുവെന്ന് മാത്രമല്ല, വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇരു കണ്ണുകൾക്കും ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരായ ഒട്ടനേകം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കേസിന്റെ നിയമപരമായ നടപടികളിൽ കോടതിയും വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത്. പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൈവശമുള്ള ഏത് ചലിക്കുന്ന വസ്തുവും പൊതുമുതലാണെന്നും ഓഫീസിൽ പ്രവേശിക്കുന്നത് മുതൽ തിരികെ മടങ്ങുന്നത് വരെ സർക്കാർ ജീവനക്കാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണെന്നും കോടതി വ്യക്തമായി ഓർമ്മിപ്പിച്ചു. കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണിയാണെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ കേസിൽ അറസ്റ്റിലായ 20-ലധികം വരുന്ന പ്രവർത്തകർ 60 ദിവസത്തോളമായി ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴിയുമ്പോഴാണ് പ്രവർത്തകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംഘടനയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിത നിലപാട് പുറത്തുവരുന്നത്. അറസ്റ്റിലായ പ്രവർത്തകരെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ തെരുവിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് ശരിയായ നടപടിയില്ലെന്നും അത് സംഘടനയുടെ പ്രവർത്തന ശൈലിക്കും നയങ്ങൾക്കും ചേർന്നതല്ലെന്നുമുള്ള രൂക്ഷമായ വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിലും വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിലും ഉന്നയിച്ചത്. സ്വന്തം നേതാവായ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി തെരുവിലിറങ്ങി കേസും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്ന പാവപ്പെട്ട അണികൾക്ക് ഈ വിമർശനം വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. വിഷയം നിയമപരമായും രാഷ്ട്രീയമായും തിരിച്ചടിയായപ്പോൾ കൈകഴുകി മാറുക എന്ന തന്ത്രമാണ് നേതൃത്വം സ്വീകരിച്ചത്. ഇതോടെ അടികണ്ട പ്രവർത്തകർ ഒടുവിൽ ഒറ്റപ്പെട്ടു പോയെന്ന ദാരുണമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അധികാരത്തിലും സ്വാധീനത്തിലുമുള്ള നേതാക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി നിയമത്തെ കയ്യിലെടുക്കാൻ തുനിഞ്ഞിറങ്ങിയ സാധാരണ അണികൾക്ക് ഒടുവിൽ വിചാരണയും ജയിൽവാസവും സംഘടനാപരമായ തള്ളിപ്പറയലുകളും മാത്രമാണ് മിച്ചം ലഭിക്കുന്നത്. ശരിക്കും പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്.